രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി ദിവസേന ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് വി.ഡി. സതീശൻ. രാഹുലിനായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോരാടുന്ന വെട്ടുകിളികൾ ഉന്നം വെച്ചിരിക്കുന്നത് വി.ഡി. സതീശനെയാണ്. മാങ്കൂട്ടത്തിനെതിരെ പോലീസ് അന്വേഷണം തുടരുമ്പോൾ അതിന് മുൻപേ നടപടിയെടുത്ത പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി നിർത്താനാണ് ഇവരുടെ ശ്രമം. ആക്രമിക്കുന്നത് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനമാണ്. ഇതിനേക്കാൾ കടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത്. എല്ലാവരും കൂടി. ആ ചാപ്റ്റർ ക്ലോസ്ഡാണ്. ഞാൻ പറഞ്ഞല്ല, ആ ചാപ്റ്റർ ക്ലോസ്ഡാണ്. അതിൻ്റെ മീതെ ഇനി ചർച്ചയില്ല. അത് നേതൃത്വം, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, മുൻ PCC പ്രസിഡന്റുമാർ ഉൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം AICCയുടെ അനുമതിയോടുകൂടി, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി എടുത്ത അച്ചടക്ക നടപടിയാണ്. അതിനെ ചോദ്യം ചെയ്യുന്നത് കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല. ഓണം വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനായി സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾ ഉണർന്നു. രാഹുൽ പാവാട എന്ന് പറയുന്ന ഈ വെട്ടുകിളികളെ കൊണ്ട് പൊറുതിമുട്ടുന്നു കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് വി.ഡി. സതീശൻ. കോൺഗ്രസിന്റെ സാമൂഹ്യ മാധ്യമ സെല്ലിനെ പോലും ഹൈജാക്ക് ചെയ്യുന്ന ഇടപെടൽ. മാങ്കൂട്ടത്തിലിന്റെ ഓണാശംസയ്ക്ക് മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ലൈക്ക് കിട്ടിയെന്ന് പറഞ്ഞാണ് കോൺഗ്രസിനെ ഈ സംഘം പ്രതിക്കൂട്ടിലാക്കുന്നത്. ഒടുവിൽ ഡിജിറ്റൽ മീഡിയ സെൽ ഉണ്ടോ എന്ന് പോലും അറിയില്ലെന്ന് പറഞ്ഞ് കടുത്ത നിലപാടെടുക്കേണ്ടി വന്നു സതീശന്. റീലിലല്ല കോൺഗ്രസ് ജീവിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തലും. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊന്നുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല, റീലുകളിലും അല്ല കോൺഗ്രസ് ജീവിക്കുന്നത്. അല്ലല്ല, കോൺഗ്രസ് റീലുകളിലല്ല സോഷ്യൽ മീഡിയയിലല്ല ജീവിക്കുന്നത്. കോൺഗ്രസ് ജീവിക്കുന്നത് ജനമനസ്സുകളിലാണ്. ആ കോൺഗ്രസിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ധീരന്മാരായ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവരെയൊന്നും അണുവിട ചലിപ്പിക്കാൻ ഇത്തരം പ്രചരണങ്ങൾക്കൊന്നും ആവില്ല. കേരളം മുഴുവൻ അലയടിച്ച് എന്റെ മുമ്പിലേക്ക് വന്നാലും എന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാനെടുത്ത നിലപാടിൽ ഒരു മാറ്റം. അതെന്റെ ബോധ്യങ്ങളിൽ നിന്ന്, ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, കൂട്ടായി എടുത്ത തീരുമാനമാണ്. എല്ലാ നേതാക്കന്മാരും ചേർന്ന് കൂട്ടായി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. ഞാൻ പക്ഷേ ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ പറഞ്ഞല്ല, കേരളം മുഴുവൻ കടല് പോലെ അലയടിച്ച് വന്നാലും ബോധ്യങ്ങളിൽ നിന്നാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കില്ല. അത് നിലപാടാണ്. നിലപാടുകൾ എടുക്കുമ്പോൾ എതിർപ്പുകളുണ്ടാവും, ഇഷ്ടമില്ലാത്ത ആളുകൾ എതിർക്കും. അതൊന്നും കാര്യമില്ല. നമ്മുടെ ബോധ്യമാണ്. നമ്മളത് പരിശോധിച്ച് നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാക്കൾക്ക്, കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, അവരെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത ഏകകണ്ഠമായ ഒരു തീരുമാനം. ആ തീരുമാനം 100% അത് ശരിയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ. അതാണ് നിലപാട്. പിന്നെ എന്നെ അങ്ങനെ ആരും ഭയപ്പെടുത്തുമെന്ന്. കോൺഗ്രസിൽ ഷാഫി പറമ്പിലും മാങ്കൂട്ടത്തിലും അടങ്ങിയ സംഘം റീൽസ് പോരാളികളായി സാമൂഹ്യ മാധ്യമ പിന്തുണ നേടിയെടുത്തത് മുതലെടുത്താണ് നേതാവിനെ ആരോപണത്തിൽ നിന്ന് പുറത്തെത്തിക്കാൻ അനുയായികൾ ശ്രമിക്കുന്നത്. അതാണ് വി.ഡി. സതീശൻ പൊളിച്ചടുക്കിയത്. അതോടെ മാങ്കൂട്ടത്തിൽ ഫാൻസുകാർ ക്ഷുഭിതരായി. സതീശനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ പറക്കുന്നു. ഉമ്മൻചാണ്ടിയെ താഴെയിറക്കിയതിന്റെ ഉത്തരവാദി സതീശനാണെന്ന് പോലും പറയുന്ന ഈ സംഘത്തിന് UDF അധികാരത്തിൽ എത്തണമെന്നല്ല ആഗ്രഹം, മറിച്ച് മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തണം എന്നാണ്. സതീശൻ അനുയായികൾ ഇതിനെ ചെറുക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്കായി സാമൂഹ്യ മാധ്യമങ്ങളിൽ തകർത്താടിയിരുന്നവർ പരസ്പരം പോരടിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലും ഇല്ലാഞ്ഞിട്ടും നടപടിയെടുത്തതിൽ ഊറ്റം കൊള്ളുന്ന കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന പോർവിളി. ഒടുവിൽ സതീശനും ചെന്നിത്തലയ്ക്കും എതിരെ ക്രൈംബ്രാഞ്ചിൽ മൊഴി പോലും എത്തി. രാഹുലിനെ കുടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് പരാതി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നയാളിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമായ നടപടിയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തൊരാളിനെ പാർലമെന്ററി പാർട്ടി ഇരുത്താൻ പറ്റില്ലല്ലോ. അതൊരു സ്വാഭാവിക നടപടിയാണ്. മറ്റു കാര്യങ്ങൾ എന്ത് വേണമെന്നുള്ളത് KPC പ്രസിഡന്റ് എല്ലാവരോടും ആലോചിച്ച് അദ്ദേഹത്തിന് ഒരു MLA എന്ന നിലയ്ക്ക് സഭയിൽ പങ്കെടുക്കുന്നതിന് അയോഗ്യതയില്ല. സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയും തീരുമാനിക്കാം. ഞങ്ങൾ എന്റെ അഭിപ്രായങ്ങൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പാർട്ടി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ തീരുമാനത്തിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം
യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനുള്ള നിർദ്ദേശം കൊടുത്തു. ആ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞത് KPCC എടുത്ത തീരുമാനത്തിന്റെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് മാത്രം കാര്യം ചോദിക്കുകയല്ലേ, ബാക്കിയുള്ള ആളുകളിൽ ആ സഭയിലുള്ള മറ്റ് ചില ആളുകളും ഉണ്ടല്ലോ. ഞാൻ ആളുകളുടെ പേരൊന്നും പറയാൻ ഞാൻ തയ്യാറാണ്. അല്ല, അത് ഞാൻ പറയുന്നത് ഈ മറ്റുള്ള ആളുകളും ഇതേ ആക്ഷേപം ഉള്ള നേരിട്ടിട്ടുള്ള ആളുകളുണ്ട്. അത്തരം ആളുകൾ ആ സഭയിൽ തന്നെ ഉണ്ട്. ആ സഭയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ തുടർന്നുകൊണ്ട് പോകുന്നു എങ്കിൽ അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കും. അല്ല, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ലേ, തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുള്ള അവകാശങ്ങൾ ഉണ്ടാകുമല്ലോ. അത് സ്പീക്കർ തന്നെ പറഞ്ഞല്ലോ, എൻ്റെ കൈവശം ഇതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്നാണല്ലോ സ്പീക്കർ പറഞ്ഞത്. ഞാൻ മാധ്യമങ്ങളോട് വായിച്ചതാണ്, അല്ലാതെ ഞാൻ സ്പീക്കറെ നേരിട്ട് കണ്ടില്ല. അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളോട് വന്ന വാർത്തകൾ കേട്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തുന്നത്. ഇല്ല, ഞാൻ ഡോക്ടറല്ല, ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് അന്വേഷിക്കാനുള്ള സമയമില്ല. മറ്റു കാര്യങ്ങൾ ഒക്കെ നമ്മൾ അന്വേഷിച്ച് കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഞങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? ഞങ്ങളുടെ പാർട്ടി എടുത്ത തീരുമാനം, ആ പാർട്ടി എടുത്ത തീരുമാനം എന്താണ് എന്നതിനെ കുറിച്ച് മാധ്യമങ്ങളിൽ വന്നു. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ പറഞ്ഞു, ഒഴിഞ്ഞു, നിർത്തിയാണ്. സ്വാഭാവികമല്ലേ. എനിക്ക് അതിനെക്കുറിച്ച് എൻ്റെ ശ്രദ്ധയിലൊന്നും വന്നിട്ടില്ല. അറിയാൻ വയ്യാത്തൊരു കാര്യം ഞാൻ പറയുന്നത് ശരി. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനായി നടത്തുന്ന പെയ്ഡ് പ്രൊമോഷനുകൾ നിർത്തിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് ക്ഷീണമാകും. രാഹുലിനെതിരായ നടപടിയുടെ തിളക്കം കുറയും. സതീഷിനെതിരായ ചീത്തവിളി തുടർന്നോട്ടെ എന്ന് മുതിർന്ന നേതാക്കളും കണ്ണടച്ചാൽ തുടർ തോൽവിയിലേക്കുള്ള യാത്ര എളുപ്പമാകും.